ശ്രീ അനിൽകുമാർ ഈ പറയുന്ന പാക് കമ്പനിയുടെ പണം വാങ്ങി എന്നുള്ളത് പാകിസ്ഥാന്റെ ഹബ് പവർ കമ്പനിയുടെ പണം വാങ്ങി എന്നുള്ള വിവരം പുറത്തു വന്നതിനെ ദേശീയ മാധ്യമങ്ങളടക്കം ഫാക്ട് ചെക്ക് നടത്തിയതുമായി ബന്ധപ്പെട്ട് ശ്രീ സന്ദീപ് വാര്യർ ഖണ്ഡിക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ തയ്യാറാണോ എന്ന കാര്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. മറ്റൊന്ന്, ഈ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി പണം വാങ്ങി എന്നുള്ള ആരോപണം ഇവർ രണ്ടുപേരും ഉന്നയിക്കുന്നുണ്ട്. അതിനും മറുപടി DMK-യിലേക്ക് നമുക്ക് വരാം. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് പോലെ ഏതെങ്കിലും സംവിധാനമല്ല ഉണ്ടായത്. ദേശാഭിമാനി ദിനപത്രം അതിന് പരസ്യം നൽകുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു മുൻകൂർ പണം വാങ്ങുന്ന പദ്ധതി ഉണ്ടാക്കി. പദ്ധതിയുടെ പ്രത്യേകത ഇത്രേ ഉള്ളൂ, അവർ മുൻകൂർ പണം തരികയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും, അതായത് പരസ്യത്തിൻ്റെ ചാർജ് കുറച്ച് കൊടുക്കും. അപ്പോൾ ദേശാഭിമാനിക്ക് ഒരു പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ച് പണം വേണം. അതിനെന്ത് ചെയ്തു? ദേശാഭിമാനിക്ക് ലോട്ടറിക്കാർ പരസ്യം തന്നിട്ടുണ്ട്, ആ പരസ്യക്കാർ പലരും തന്നിട്ടുണ്ട്. അവരിൽ നിന്ന് ഞങ്ങൾ പണം അഡ്വാൻസ് വാങ്ങി. ആ അഡ്വാൻസ് വാങ്ങിയ പണം രേഖാപരമായിട്ടാണ് വാങ്ങിയത്, ദേശാഭിമാനിയുടെ അക്കൗണ്ടിലാണ് വാങ്ങിയത്. ഇപ്പോൾ SBIയുടെ ഈ കോഡ് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടെന്ന് പോലെ ഞങ്ങൾ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടിയിട്ടില്ല. കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങി ബാങ്ക് അക്കൗണ്ടിലൂടെ തിരിച്ചു കൊടുത്തു. ഇവിടെ സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിച്ച പണം BJPയുടെ അക്കൗണ്ട് വന്നതിന് തെളിവ് എന്താ ഉള്ളത്? ഞാൻ പറയട്ടെ, ഒരു പിടിക്കപ്പെട്ടില്ല. ഞങ്ങളുടെ പദ്ധതി എന്താണ്? അല്ലല്ലല്ല, ദയവായി കേൾക്കൂ, ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കൂ, ദയവായി കേൾക്കൂ. നിങ്ങൾ കേൾക്കൂ. ദേശാഭിമാനി ദിനപത്രം പറയട്ടെ, ദേശാഭിമാനി ദിനപത്രം താരിഫ് അച്ചടിച്ചിറക്കി. ഞാൻ പറയട്ടെ, ഒരു ബുദ്ധിമുട്ടലുമില്ല. ദേശാഭിമാനി ദിനപത്രം താരിഫ് അച്ചടിച്ചിറക്കി. ഞങ്ങൾ പരസ്യക്കാരുടെ ഇത് പണം വാങ്ങും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ദേശാഭിമാനിക്ക് പണം തന്നാൽ പരസ്യ റേറ്റ് കുറച്ച് തരാം. സ്ഥിരമായിട്ട് പരസ്യം തരുന്നൊരു ഒരു സ്ഥാപനം, അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊരു ഒരു 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 കരാർ വ്യവസ്ഥയാണ്, അതൊരു ബിസിനസ് സംവിധാനമാണ്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും എന്നിട്ട് ആ സാന്റിയാഗോ മാർട്ടിനെ കേരളത്തിൽ നിലനിർത്തിയോ? ഡോക്ടർ തോമസ് ഐസക്കിന് നേതൃത്വം നടത്തിയ യുദ്ധം എന്താണ്? അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എന്തായിരുന്നു? അതിൽ കേന്ദ്ര ഇടപെട്ടൽ എങ്ങനെയാണ്? മനു അഭിഷേക് സിംഗ്വി ആർക്ക് വേണ്ടിയാണ് വാദിക്കാൻ വന്നത്? കോൺഗ്രസ്സുകാരൻ മറന്നുപോയാ? അപ്പോൾ നമ്മളൊരു കഥ പറയുമ്പോൾ അതിനകത്ത് ഒരു ബന്ധവുമില്ലാത്ത ഇടതുപക്ഷത്തെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കെട്ടുകഥ പറയരുത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്ന ഉടനെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, എന്നാൽ സുപ്രീം കോടതി നല്ല കാര്യമാണല്ലോ പറഞ്ഞത്, കൊള്ളാം. ആ സുപ്രീം കോടതിയെ അപമാനിച്ചില്ലേ വിശ്വഗുരുവായ നിങ്ങളുടെ ഈ നരേന്ദ്രമോദി? ഇപ്പോൾ സന്ദീപ് വാര്യർ പറയുന്ന ഒരു ഭാഷയെക്കുറിച്ച്, ഞാൻ സന്ദീപ് വാര്യരെക്കുറിച്ച് കൂടെ ബഹുമാനമുള്ള ആളാണ്, അത് ഈ ഭാഷയല്ലേ പറഞ്ഞുള്ളൂ. സുപ്രീം കോടതിയെക്കുറിച്ച് മോദി എന്നാ പറഞ്ഞത്? നീചമായ ഭാഷയല്ലേ. സന്ദീപ് വാര്യരൊക്കെ എത്രയോ മെച്ചവാ. മോദി എന്താ പറഞ്ഞത്? കുചേലൻ, ഒരു ശകല അവല്. ആരാ കുചേലൻ? സാന്റിയാഗോ മാർട്ടിൻ കുചേലൻ, 1368 കോടിയുടെ അവല്. പിന്നെ മേഘ എഞ്ചിനീയറിംഗ്, അവരാരാണ്? അവർ ഈ നാഷണൽ ഹൈവേയുടെ കരാറുകാരാണ്. അവരെത്രയാണ്? 1200 കോടിയുടെ അവല്. വെറുതെ അല്ല, തുകയല്ല, ഇന്ത്യൻ കറൻസി അല്ല, അവലാണ്. നരേന്ദ്രമോദി അവല് വാങ്ങിക്കുന്നവനാണ്. കുചേലിൻ്റെ കയ്യിൽ നിന്ന് അവല് വാങ്ങിക്കുന്നു, 1200 കോടിയുടെ അവല്. പിന്നെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭാരത് ബയോടെക്, 50 കോടി രൂപയുടെ അവല്. ഇതൊക്കെ വെക്കാൻ നിങ്ങളുടെ കാര്യാലയത്തിൽ സ്ഥലമുണ്ടോ സന്ദീപ് വാര്യരെ? അത് പിന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞാണോ ചെയ്യുന്നത് അതോ കഴിക്കുകയാണോ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അവലാണ്. പിന്നെ എന്താണ്? അംബാനിയുടെ റിലയൻസ്, ആ കുചേലൻ, അംബാനി റിലയൻസ് കുചേലൻ കൊണ്ടുവന്ന് 410 കോടി രൂപയുടെ അവല്. പിന്നെ കേരളത്തിൽ നിന്നൊരു മുതലാളി ഉണ്ടല്ലോ, കീറ്റക്സ് മുതലാളി, 25 കോടി രൂപയുടെ അവല്. വേറെ കുറേ മുതലാളിമാരുടെ പേര് ഞാൻ പറയുന്നില്ല. എന്താ നരേന്ദ്രമോദി പറഞ്ഞത്? ഒരല്പം അവല് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് കൊണ്ട് കുചേലൻ കൊടുത്തു. കുചേലന്മാരാരാണ്? ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ. ആരാണ് ശ്രീകൃഷ്ണൻ? അത് ഞാൻ തന്നെ, വിശ്വഗുരു. എന്നിട്ട് വിശ്വഗുരുവിൻ്റെ അടുത്ത് അവര് കൊണ്ട് കൊടുത്തു ഉടനെ വിശ്വഗുരു എന്താ ചെയ്തത്? ശ്രീകൃഷ്ണൻ തിരിച്ച് കുചേലനോട് ചെയ്തത് എന്താണ്? ശ്രീകൃഷ്ണന്റെ സമ്പത്ത് മുഴുവൻ എടുത്ത് കുചേലന് കൊടുത്തു. അതുപോലെ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ അംബാനിക്കും അദാനിക്കും വാരി വിതറിക്കൊടുത്ത് ഈ രാജ്യത്തെ ജനകോടികളുടെ സമ്പത്ത് മുഴുവൻ ഭാരത് ബയോടെക്കിനും ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിയും വിറ്റ് തുറച്ചിട്ട് വന്ന് നിൽക്കുക. എന്നിട്ടാണ് അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാഷാസിദ്ധി പോരാ, ഭാഷാസിദ്ധി പോരാ. മാധു, ഒരു വാക്കൂടെ അല്ലല്ല, ഒരു വാക്കൂടെ മാധു. ഇവിടെ കോൺഗ്രസ് നേതാവിന് വർത്താനം പറയാൻ യോഗ്യത വേണം, എന്ത് വേണമെന്നറിയോ? എന്നോട് ചോദിച്ച് ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ മര്യാദക്കാരനാണ്. കോൺഗ്രസ്സുകാരനോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് BJP നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ നെഞ്ചത്ത്, രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് ആ 4 വിരൽ കാണും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പണം വാങ്ങിച്ച കമ്പനിയുടെ പേര് വിവരം പുറത്തുവിടുക. ഇതുവരെ
ഇതുവരെ കോൺഗ്രസിന്റെ പ്രതിനിധി ഞാനിവിടെ ഉന്നയിച്ച ഏതെങ്കിലും കമ്പനിയുടെ പേര് പറഞ്ഞോ? ഇ ഡി റെയ്ഡ് നടത്തിയ കമ്പനി, ആ ഇ ഡിയും ഇൻകം ടാക്സുകാരൻ റെയ്ഡ് നടത്തിയ കമ്പനിയുടെ കയ്യിൽ നിന്നാണ് BJP പണം വാങ്ങിച്ചത് നിങ്ങൾ പറഞ്ഞ? കോൺഗ്രസ്സുകാർ പറഞ്ഞ? ശരി ശരി, ആ ചോദ്യം ചോദിക്കാം. ഒരു തത്വം പറയണ്ട. കോൺഗ്രസും BJP കൂട്ടുകച്ചവടക്കാരാ. രാഹുൽ ഗാന്ധിയും മോദിയും കൂട്ടുകച്ചവടക്കാരാ. അനിൽകുമാർ, രണ്ട് കാര്യങ്ങൾ അങ്ങ് ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒന്ന്, ഈ പാക് കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണം. രണ്ടാമത്തേത്, DMKയുടെ 91% ഫണ്ട് വന്നിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് എന്ന് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നു. അങ്ങനെയുള്ള DMK ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത വിവരത്തിൽ 25 കോടി രൂപ CPM-ന് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അത് തെറ്റാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഓൾറെഡി അത് തെറ്റാണ് എങ്കിൽ നിങ്ങൾ DMKക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമോ എന്നും BJP ചോദിക്കുന്നു. ഇവിടെ രണ്ട് കാര്യമാണ്. ഈ പാകിസ്ഥാന്റെ ഹബ് പവർ കമ്പനി അവരുടെ കയ്യിൽ നിന്ന് 18/4/2019 ഇങ്ങനെ പണം വാങ്ങിയെന്ന് ഇവർ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത രേഖയിലുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. ഇന്നലെ വൈകുന്നേരം സൈറ്റ് വന്നതാണ്. ഞാൻ അതുകൊണ്ട് പരിശോധിച്ചിട്ട് അതിൽ തെറ്റുണ്ട് തിരുത്താൻ എനിക്ക് ഒരു മടിയില്ല. ശരി, ഓക്കെ. അത് തെറ്റാന്ന് മാധു പറഞ്ഞാൽ ഞാൻ അത് സ്വീകരിക്കുന്നത്. ഈ പറയുന്ന ചില ദേശീയ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന്, അതിന്റെ ആസ്ഥാനം ഡൽഹിയാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ആർക്കും ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങളില്ല. അങ്ങ് പറഞ്ഞോളൂ. അതങ്ങ് മാത്രമല്ല, തെറ്റാണെന്ന് നാളെ തെളിയുകയാണെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന് പറയുന്നിടത്ത് അത് ക്ലിയർ ആണ്. രണ്ടാമത്തെ കാര്യം അതെ, രണ്ടാമത്തെ കാര്യം DMKയുടെ കാര്യം. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താം. ഇലക്ഷൻ കമ്മീഷന് DMK കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വിചാരിക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിൽ DMKക്ക് കിട്ടിയ സംഭാവനകൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന് DMK മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിച്ച കാര്യം പറയുന്നുണ്ട്. അത് CPM-ന് പണം കൈമാറിയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. CPM-ന്റെ അക്കൗണ്ടിൽ പണം വന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുന്നണിയായിട്ട് പണം അവിടെ ചെലവഴിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ LDF മത്സരിക്കുമ്പോൾ LDF മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ചെലവ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്ന പണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പരിശോധിക്കുന്നതിന് ഒരു വ്യക്തത കുറവില്ല. പക്ഷെ പ്രശ്നം എന്താണ്? ഞങ്ങളെ CPM-ന് ഇതിനെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച, പ്രത്യയശാസ്ത്ര നിലപാട് സ്വീകരിച്ച് കേസിൽ പോയ ഒരു പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കാൻ ഈ DMKയുടെ ഇക്കാര്യം മതിയോ? അത് ഈ ED റെയ്ഡ് നടത്തിയിട്ടാണോ DMKക്ക് പണം കിട്ടിയത്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പണം DMKക്ക് കൊടുത്തോ? ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുക. ഈ തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനിയുടെ പേരാണ് മേഘ എഞ്ചിനീയറിംഗ്. അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? തമിഴ്നാട്ടിലെ പെരമ്പൂരിലുള്ള റെയിൽവേ ഫാക്ടറിയിൽ, കോച്ച് ഫാക്ടറിയിൽ റെയിൽവേ കോച്ച് ഉണ്ടാക്കുന്നു. മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. 80 കോടി 110 കോടി 120 കോടി രൂപയാണ് ആ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് അതിന് ഒരു കോച്ചിന് കൊടുക്കേണ്ടത്. അവർ റെയിൽവേ ഉണ്ടാക്കിയാൽ വെറും 80 കോടിക്ക് ഉണ്ടാക്കും. മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് ചെങ്ങാത്ത മുതലാളിത്തം. ഇതിൻ്റെ പണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. നരേന്ദ്രമോദി 400 എണ്ണുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ജനകോടികൾ തങ്ങളെ വിറ്റ പണമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് മനസ്സിലാക്കും. അതാണ് ഞങ്ങളുടെ വിശ്വാസം.